ഓക്കെ, മിഷൻ ഇമ്പോസിബിളിൻ്റെ ഫൈനൽ റെക്കണിങ് എന്ന് പറയുന്ന 8ാമത്തെ ഭാഗത്തിൻ്റെ റിവ്യൂ ആണത്. ഷോർട്ടാക്കിയിട്ട് ഷോർട്സ് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ച് ലേറ്റ് ആയതുകൊണ്ട്. ആൻഡ് സിനിമയെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി ഈ മൂവി ഒരു നല്ല സിനിമയാണ് മിഷൻ ഇമ്പോസിബിൾ സീരീസിൽ. പക്ഷേ എനിക്കൊരു ബെസ്റ്റ് സിനിമയായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. വാവ് ഫീലൊന്നും കിട്ടിയില്ല. കാരണം കുറേ റിവ്യൂവേഴ്സ് കിണ്ണം കാച്ചി പടം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അത് പോയി കാണുന്നത്. സോ എനിക്ക് കണ്ടപ്പോൾ അത്യാവശ്യം നല്ല സിനിമയായിട്ട് തോന്നി. പക്ഷേ വലിയ വാവ് ഫാക്ടറൊന്നും എനിക്ക് ഈ സിനിമയിൽ ഫീൽ ചെയ്തില്ല. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട മിഷൻ ഇമ്പോസിബിൾ സിനിമ എന്ന് പറയുകയാണെങ്കിൽ 4ാം ഭാഗമുണ്ട് മിഷൻ ഇമ്പോസിബിളിൻ്റെ ഗോസ്റ്റ് പ്രോട്ടോക്കോൾ. പിന്നെ അത് കഴിഞ്ഞിട്ട് 5th പാർട്ട്, അത് റോഗ് നേഷൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫാൾ ഔട്ട്, ഹെൻറി കവിളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഒക്കെ കിണ്ണം കാച്ചി ആക്ഷൻ മൂവിയാണ് അതൊക്കെ. ഈ സിനിമകളിൽ കണ്ട കാര്യങ്ങളുടെ ഒരു റിപ്പീറ്റേഷൻ ഫോം ആയിട്ടാണ് ഐ ഫീൽ ഈ മൂവി. ആൻഡ് പേഴ്സണലി എനിക്ക് ഈ സിനിമേനേക്കാളും ഇതിൻ്റെ മുന്നേ വന്ന ഡെഡ് റെക്കണിങ് എന്ന് പറയുന്ന ഇതിൻ്റെ പോസ്റ്റ്പോർട്ട്, അതായത് മിഷൻ ഇമ്പോസിബിൾ സീരീസിൻ്റെ 7th മൂവി ആയിട്ടുള്ള ആ മൂവി എനിക്ക് കുറച്ചും കൂടെ 8ാം പാർട്ടിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടിരുന്നു. എനിക്കെന്തോ ഈ സിനിമ അത്യാവശ്യം എന്താ പറയുക, വലിയ സംഭവങ്ങളൊന്നും ഇല്ലാത്തൊരു നല്ല മിഷൻ ഇമ്പോസിബിൾ സീരീസ് മൂവിയാണ്. ബട്ട് ഒരു വാവ് ഇല്ലെങ്കിൽ എല്ലാ റിവ്യൂവേഴ്സും ടോപ്പാക്കി എത്തിക്കുന്ന അത്ര ഇല്ലാന്ന് തോന്നി. പിന്നെ ഒബ്വിയസ്ലി ടോം ക്രൂസിൻ്റെ പെർഫോമൻസ് വാസ് ടോപ്പ് നോച്ച് ആയിരുന്നു. കിഡിലൻ പെർഫോമൻസ് ആയിരുന്നു. അത്രയും പ്രായമുള്ള ഒരു മനുഷ്യൻ ഈ സ്റ്റൺസൊക്കെ ഒറ്റയ്ക്ക് തന്നെ മാനേജ് ചെയ്യുന്ന ആ ഒരു കാര്യം തന്നെ എനിക്ക് എപ്പോഴും കാണുമ്പോൾ ഇങ്ങനെ കണ്ണൊക്കെ തുറന്നു. കാരണം എൻ്റെ അമ്മച്ചൻ്റെ പ്രായമൊക്കെ ഉണ്ട്. പുള്ളിക്കാരതൊക്കെ ചെയ്യുന്ന ഫയറാണ് പുള്ളി. അപ്പോൾ ആ ഒരു ലെവലിൽ കാര്യങ്ങൾ നോക്കുമ്പോൾ കിഡിലാണ്. പക്ഷെ അല്ലാതെ മൂവിയുടെ സ്റ്റോറിയോ അല്ലെങ്കിൽ ആ മൂവിയുടെ എൻഡിങ്ങോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്കെന്തോ വലുതായിട്ട് വലിയ വാവ് ഫാക്ടറൊന്നും ഈ സിനിമയിൽ തോന്നിയില്ല. അത്യാവശ്യം നല്ല സിനിമയാണ്. മിഷൻ ഇമ്പോസിബിൾ ഫാൻസ് ആണ് ഡെഫിനറ്റ്ലി ഒരു ട്രൈ കൊടുക്കാൻ പറ്റിയ മൂവി. അതാണ് എൻ്റെ ഒപ്പീനിയൻ. താങ്ക് യു. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.